ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിനാ സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫെയറിൽ എക്സ്പോസാറ്റ് അല്ലേ, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കറണ്ടായിട്ട് നല്ലോണം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിലെ അതിശക്തമായിട്ടുള്ള എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ, നക്ഷത്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ അതിശക്തമായിട്ടുള്ള എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ, നക്ഷത്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഒരു പ്രത്യേക ഉപഗ്രഹം അയക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യമായിട്ട് അയച്ചത് അമേരിക്കയാണ്, എന്നാൽ രണ്ടാമത് ഇന്ത്യയാണ്. ആദ്യ നാസ ദൗത്യം 2021 ഇമേജിംഗ് എക്സ്റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ ആണ്. IXPE ആണ് ആദ്യ നാസ ദൗത്യം അമേരിക്ക അയച്ചിട്ടുള്ളത്. 2021 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1 എന്നാണ്. 2024 ജനുവരി 1 2024 ജനുവരി 1 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-58 C-58 വിക്ഷേപിച്ചിട്ടുള്ളത്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ടയാണ്. ഭാരം 469 കിലോഗ്രാമാണ്. കാലാവധി 5 വർഷമാണ്. എക്സ്പോസാറ്റിന് 2 പെലോഡുകളാണ് ഉള്ളത്. പെലോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കട്ടെ. ഒന്ന് പൊളിക്സ് എക്സ്റേകളിലെ പൊളാരിമീറ്റർ ഉപകരണമാണ് പൊളിക്സ് ആണ്. 2 പെലോഡുകളാണ് ഉള്ളത്, 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് എക്സ്പെക്റ്റ് ആണ്, ഒന്ന് പൊളിക്സ് ആണ്. പൊളിക്സ് വികസിപ്പിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്നാൽ എക്സ്പെക്റ്റ് വികസിപ്പിച്ചിട്ടുള്ളത് ആരാണ്? സ്പേസ് ആസ്ട്രോണമി ഗ്രൂപ്പാണ്. എക്സ്റേകളിലെ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിങ് എക്സ്പെക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് വികസിപ്പിച്ചത് സ്പേസ് ആസ്ട്രോണമി ഗ്രൂപ്പാണ്. എക്സ്പോസാറ്റിനൊപ്പം തിരുവനന്തപുരം LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച VSAT വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നുണ്ട്. മിഷൻ ഡയറക്ടർ ഡോക്ടർ M ജയകുമാറാണ്. മിഷൻ ഡയറക്ടർ എക്സ്പോസാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ഡോക്ടർ M ജയകുമാറാണ്. ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ് ആണല്ലോ. ഇനി എക്സ്പോസാറ്റ് അതിൻ്റെ എക്സ്പെക്റ്റ് പെലോഡ് ഉപയോഗിച്ച് സൂപ്പർനോവ അവശിഷ്ടമായ കാസിയോപ്പിയ Aയിൽ നിന്നും ആദ്യ പ്രകാശം പിടിച്ചെടുത്തു. കൂടാതെ മഗ്നീഷ്യം, സിലിക്കൺ, സൾഫർ, ആർഗൺ, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളിൽ നിന്നുള്ള എമിഷൻ ലൈനുകളും കണ്ടെത്തി. പൂർണ്ണമായും ഇപ്പം VSAT എന്താണെന്ന് നോക്കട്ടെ. VSAT പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ സാറ്റലൈറ്റാണ് VSAT എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് VSAT കണ്ടെത്തുക. എന്താണ്? ബഹിരാകാശത്ത് നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് VSAT കണ്ടെത്തുന്നത്. 350 കിലോമീറ്റർ വരെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്ദ്രത കണ്ടെത്തുക VSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ VSATൻ്റെ VSSC ഡയറക്ടർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനാണ്. ഇനി ആദിത്യ L1 ആണ് കേട്ടോ. ആദിത്യ L1 ഭയങ്കര ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കുവാനുമായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 2023 സെപ്റ്റംബർ 2 11:50 AM. എക്സ്പോസാറ്റ് എന്നായിരുന്നു നമ്മൾ പഠിച്ചു. ഏതായിരുന്നു ദിവസം? 2024 ജനുവരി 1 അല്ലേ. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുള്ളത്. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 എക്സ്പോസാറ്റ് 58 അല്ലേ. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ടയാണ്. ലഗ്രാഞ്ച് പോയിന്റ് 1 L1 ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്നത് L1 ആണ്. 2 ബഹിരാകാശ വസ്തുക്കളുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ടുള്ള ആകർഷണ വികർഷണങ്ങൾ ഒരുപോലെ അനുഭവപ്പെടുന്ന സ്ഥാനങ്ങളാണ് ലഗ്രാഞ്ച് പോയിന്റ്.
ഈ സ്ഥാനങ്ങളിലുള്ള വസ്തുക്കൾ ഭൂമിയിലേക്കോ സൂര്യനിലേക്കോ ആകർഷിക്കപ്പെടുകയോ അവയിൽ നിന്നും അകന്നു പോവുകയോ ചെയ്യില്ല. ഭൂമിക്കും സൂര്യനും 5 ലഗ്രാഞ്ച് പോയിന്റുകളാണുള്ളത്. സൂര്യനെ മുഴുവൻ സമയവും തടസ്സങ്ങളില്ലാതെ കാണാൻ കഴിയുന്നു എന്നതാണ് L1 പോയിന്റിൻ്റെ പ്രത്യേകത. ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയി ലഗ്രാഞ്ചിനുള്ള ബഹുമതിയായാണ് ഈ പേര് നൽകിയത്. ഭൂമിയിൽ നിന്നുള്ള ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗര ഭൗമ വ്യവസ്ഥ ലഗ്രാഞ്ച് പോയിന്റ് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിലേക്കാണ് പേടകത്തെ സ്ഥാപിക്കുന്നത്. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6-നാണ് ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിയത്. വിക്ഷേപിച്ചതെന്നാണ് 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. എത്തിയതെന്നാണ് 2024 ജനുവരി 6-നാണ് അല്ലേ. അപ്പോൾ നമ്മളെ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചതെന്നാണ് 2024 ജനുവരി 1-നാണ്. 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്തിയത്. ചിലതിൽ 126 എന്നും കാണപ്പെടുന്നുണ്ട്. ആദിത്യ L1 സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നതോടുകൂടി ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യം എന്ന ഖ്യാതി ഇന്ത്യ സ്വന്തമാക്കും. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ് കേട്ടോ. നിഗർ ഷാജിയാണ് ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു ആണ്. SR ബിജു ആണ് മിഷൻ ഡയറക്ടർ. ആദിത്യ L1ൻ്റെ കാലാവധി 5 വർഷം 2 മാസമാണ്. 5 വർഷവും 2 മാസവുമാണ് കാലാവധി. ആദിത്യ L1ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ചോദിച്ചാൽ അത് നിഗർ ഷാജിയാണ്. നിഗർ ഷാജി പ്രൊജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. SR ബിജു ആണ് മിഷൻ ഡയറക്ടർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്ന കറണ്ട് അഫെയറിൽ. താങ്ക് യു ഓൾ. വീഡിയോ ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.